إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 30-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ വിശദീകരണം നോക്കൂ നിങ്ങൾ. യൗമ തജിദു, യൗമ ഒരു ദിവസം, തജിദു കുല്ലു നഫ്സിൻ ഓരോ ദേഹങ്ങളും കണ്ടെത്തും, മാ അമിലത്ത് അവർ പ്രവർത്തിച്ചത്, മിൻ ഖൈരിൻ നന്മയായി, മുഹ്ളറൻ ഹാജരാക്കപ്പെട്ടതായി, ഹാജരാക്കപ്പെട്ട നന്മയായി എന്തൊക്കെയുണ്ടോ അത് ഹാജരാക്കപ്പെട്ടതായി അവർ കണ്ടെത്തുന്നതാണ്. വമാമിലത്ത് മിൻ സൂഇൻ ചീത്തയായി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെയും അവർ ഹാജരായി കാണുന്നതാണ്. തവദ്ദു അപ്പോൾ അവർ ആഗ്രഹിക്കും. ഇത് മഅ്ശറ സഭയിൽ നടക്കുന്ന കാര്യമാണ്. നന്മയും തിന്മയും അവിടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്ന അവസരത്തിൽ തവദ്ദു ആഗ്രഹിക്കുന്നതാണ്. ലൗ അന്ന ബൈനന, ലൗ എങ്കിൽ അന്ന എന്ന്, ബൈനന നമ്മുടെ സ്വന്തത്തിന്റെ ഇടയിലും, അതായത് ഈ പ്രവർത്തികൾ പ്രവർത്തിച്ച ആത്മാവിന്റെ ഇടയിലും, ബൈനഹു അതിന്റെ ഇടയിലും എന്ന് പറഞ്ഞാൽ ആ തെറ്റുകുറ്റങ്ങളുടെ ഇടയിലും, അമദൻ ബഈദൻ വിദൂരത ഉണ്ടായെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നതാണ്. അങ്ങേയറ്റം വിദൂരമായ ഒരു അകലമുണ്ടായെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നതാണ്. നോക്കൂ നിങ്ങൾ, അത്രയും തരത്തിലുള്ള ഒരു കഷ്ടത്തിലും നഷ്ടത്തിലും വേദനയിലും ആ മനുഷ്യരിൽ കഴിയുന്ന അവസരത്തിൽ അവർ തിന്മകൾ അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവരാഗ്രഹിച്ചു പോകുന്നതാണ്. ഈ തിന്മ ചെയ്ത വ്യക്തികൾ ആഗ്രഹിച്ചു പോകുന്നതാണ്. എന്താണ് അവർ ആഗ്രഹിച്ചു പോകുക? നമ്മുടെയും ആ തിന്മയുടെയും ഇടയിൽ വലിയൊരു വിദൂരമായ അകലമുണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകുന്നതാണ്. അത്രയും നിരാശ അവരെ പിടികൂടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു അവനെ കൊണ്ടു തന്നെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ജാഗരൂകരാകണം എന്നുള്ള ഒരു തഖീദ് നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കണം. അല്ലാഹു നിശ്ചയമായും അല്ലാഹു റഊഫും ബിൽ ഇബാദ്, അവന്റെ അടിയാന്മാരോട് അങ്ങേയറ്റം കൃപയുള്ളവനും തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും ജാഗരൂകരാകണം. വെറുതെ അലസമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാത്ത രൂപത്തിലോ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. കാര്യങ്ങളെല്ലാം പഠിച്ചു മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. പൊരുൾ സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.